പറയുന്നുണ്ടെങ്കിൽ അരുണിമ പറയുന്ന സംഭവം ന്യൂസ് 18-നുമായി ബന്ധപ്പെടുത്തിയാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല, ഞങ്ങൾ സധൈര്യം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവർത്തിച്ച് പറയുന്നത് രാഹുലിന് ആർജവം ഉണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിച്ച് ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരൂ എന്നാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിന് തിക്താനുഭവം ഉണ്ടായി. ആ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് ആ ഘട്ടത്തിൽ ഞങ്ങൾക്കറിയില്ല. അവന്തിക എന്ന പേരുള്ള ട്രാൻസ്ജെൻഡർ ആരാണ് എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാനിന് അറിയില്ല. അതുകൊണ്ടാണ് അരുണിമയുമായി കോൺടാക്ട് ചെയ്യുന്നത്. അരുണിമയോട് സംസാരിക്കുമ്പോൾ അവന്തികയുടെ നമ്പർ അടക്കം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അരുണിമ തന്നെ ഒരു ഫോൺ കോൾ, അതായത് കോൺഫറൻസ് കോളിലേക്ക് വരുന്നു. അങ്ങനെയാണ് സംസാരിച്ചത്. അങ്ങനെയുള്ള അരുണിമ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആക്രമിക്കുന്നത്. ശ്രീ റജി, നോക്കൂ ശ്രീ അഭിലാഷ്, അങ്ങ് വളരെ ബുദ്ധിയുള്ള, വലിയ പ്രഗത്ഭനായ, ബുദ്ധികൂർമ്മത ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങയുടെ ചോദ്യങ്ങൾ പല രീതിയിലും ആ അരുണിമയോട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും അരുണിമ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. അങ്ങ് പലതരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അരുണിമ പറയുന്നത്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം ചേർന്നാണ് പോകുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ സൈബർ ആക്രമികൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ തൃപ്തയാണെന്നും ആ കുട്ടി പറയുന്നു. ഈ പറഞ്ഞ സൈബർ ആക്രമണത്തിലല്ല എന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ എന്നാണ് എന്ന് തോന്നുന്നു. നമുക്ക് അരുണിമയുണ്ട്, ക്ലാരിറ്റി വരുത്താം. അതെ, നോക്കൂ നമ്മുടെ ഈ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ഈ മുഖം മറച്ചുകൊണ്ട് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലുള്ള മാനസിക രോഗമാണ്. അതെങ്ങനെയാണെന്ന് ശ്രീ റജി, അവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ആക്രമണങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഫേക്ക് ഐഡികളിൽ നിന്നാണെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ അരുണിമ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അവരിപ്പോഴും പറയുന്നു പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തില്ല. എനിക്ക് തോന്നുന്നത് അരുണിമയുടെ മറുപടിയിൽ നിന്ന് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളും അരുണിമ ഇപ്പോഴും മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അതൊരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അതിനെ ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ള അരുണിമയ്ക്ക് അറിയില്ലേ തൻ്റെ സൈബറിടത്തിൽ വന്ന് ആക്രമിക്കുന്നവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് എന്ന്? അതാണ് അരുണിമ കൃത്യമായി പറഞ്ഞത്. തൻ്റെ സഹയാത്രികരായിട്ടുള്ളവർ, തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളായിട്ടുള്ളവർ അതേ ധാരയിൽപ്പെട്ടവരാണ് ആക്രമിക്കുന്നത് എന്ന് അരുണിമ പറയുന്നു. ഉള്ളവരെ അതിശക്തമായി പാർട്ടി അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിലുള്ളവർ അങ്ങേയറ്റം സുതാര്യമായി ക്ലിയർ കട്ടായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പോയിന്റ്. താങ്കൾ പറഞ്ഞെടുത്ത് പോയിന്റ്. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലൊന്നും അത്തരത്തിൽ ഈ കടന്നാക്രമിക്കാൻ അവസരം നൽകാത്തത്, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ അത് സുവ്യക്തമാക്കിയിട്ടുണ്ട്. അരുണിമയോടൊപ്പമാണ്, ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്കൊപ്പമാണ് ഈ പാർട്ടി. പക്ഷെ ഈ പാർട്ടിയെ തകർക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ധാരാളം ദുഷ്ടശക്തികൾ പുറത്തുണ്ട്. അവർ ഈ പാർട്ടിയെ പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധത്തിലാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ട് സൈബർ ഇടങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ഈ ആളുകളുടെ ഇടയിൽ വിദ്വേഷം വളർത്തിക്കൊണ്ട് പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ വ്യാപകമാണ്. അത് പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് പ്രതിരോധിക്കുവാൻ ഒരവസരവും ഇല്ലാതിരിക്കുമ്പോൾ നോക്കൂ എത്ര പേരാണ് അവരുടെ ഇടയിൽ ആരോപണ വിധേയർ. DYFIയുടെയും അതുപോലെ SFIയുടെയും ഒക്കെ എത്രയോ നേതാക്കൾ ആരോപണ വിധേയരാണ്. BJPയുടെ തന്നെ നോക്കൂ, ഒരു മുഖ്യമന്ത്രി പോലും കേസിൽ, ഒരു എക്സ് മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി പോലും, അതുപോലെ എത്രയോ പേര്, നിരവധി, ഒരു ഡസനോ 2 ഡസനോ അതിലധികമായിട്ടുള്ള ആളുകൾ, നേതാക്കൾ ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിലെ അന്തഃഛിദ്രം വളർത്തുകയോ അല്ലെങ്കിൽ ആളുകളുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു വിദ്വേഷത്തെ മുതലെടുത്തുകൊണ്ട് അവരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അവരെ പ്രകോപിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ അവരെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു തരത്തിലും അത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ഈ പോരാളികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസിക രോഗികൾക്കെതിരെ ശക്തമായ നടപടിയാണ് നേതൃത്വം സ്വീകരിക്കേണ്ടത്. അത് കണ്ടെത്തുക. ശ്രീ അരുണിമ, തീർച്ചയായും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട അവന്തികയാണ് തുറന്നു പറച്ച് നടത്തിയത്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രവുമല്ല, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഈ സമൂഹത്തിൻ്റെ തന്നെയാണ്. അങ്ങനെ ഒരു മോശം അനുഭവം ആരിൽ നിന്നുണ്ടായാലും, അത് എത്ര വലിയ ഉന്നതനിൽ നിന്നാണെങ്കിലും അത് തുറന്നു പറയാനുള്ള ആർജവം അവർ കാണിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ. പക്ഷേ അരുണിമ, ഒരു സംശയമുള്ളത്, ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്കൾ വളരെ സജീവമായി പാർട്ടിയിൽ നിൽക്കുന്ന
ആൾ ആണ്. അങ്ങനെയുള്ള താങ്കൾക്ക് ഈ നേതൃത്വവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലേ? അവർ ഈ ദുരനുഭവങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ നേതാക്കളെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രയാസമാണ്. നമ്മൾ പഠന കാര്യമാണെങ്കിലും ജോലി കാര്യങ്ങളിലാണെങ്കിലും മാനസികമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എനിക്ക് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. സത്യത്തിന്റെ ഒപ്പം, സത്യം ചെയ്തത് ശരി ആരുടെ ഭാഗത്താണോ ആ ഭാഗത്തിന്റെ ഒപ്പം മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. അവന്തികയുടെ രാഷ്ട്രീയം നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഞാനിവിടെ മറ്റൊന്നുമല്ല നോക്കിയത്. അവരേത് രാഷ്ട്രീയമാകട്ടെ, പക്ഷെ അവര് പറയുന്നതില് എന്താണെന്നുള്ളത് മാത്രമാണ് അന്നത്തെ സാഹചര്യത്തിൽ നോക്കിയത്. അതിന്റെ പേരിൽ നമ്മളെ ഇട്ടുകൊണ്ട് സ്ത്രീ എന്നൊരു പരിഗണന പോലും ഇല്ലാണ്ട് കൂടെ നമ്മൾ ചെയ്യാത്ത കുറ്റം പോലും നമ്മുടെ തലയിൽ വെച്ച് തരുമ്പോ മാനസികമായി അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പം ഈ ഘട്ടത്തിൽ മുന്നോട്ട് ഇങ്ങനെ വഷളായി പോയാൽ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ആ വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ കൃത്യമായും പറയുക തന്നെ ചെയ്യും. തീർച്ചയായും അരുണിമ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുക. കാരണം ബഹുജനം പലവിധം എന്നാണ് പറയുക. അവരൊന്നുമല്ല ആർക്കും മാർക്കിടേണ്ടത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരടക്കം ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനൊക്കെ വരുന്ന വിമർശനങ്ങൾ, അശ്ലീലങ്ങൾ, പച്ചയായ തെറിവിളികൾ, അതിനെയൊക്കെ ഞങ്ങൾ പുല്ലുവിലയോടെ തള്ളിക്കളയുകയാണ്. കാരണം അവരൊന്നുമല്ല ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യന് മാർക്കിടേണ്ടത് എന്ന പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അരുണിമയോടും അത് തന്നെയാണ് പറയാനുള്ളത്. ആരെങ്കിലുമല്ല അരുണിമയിലെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത്. അവരൊന്നുമല്ല മാർക്കിടേണ്ടത്. ആൾക്കൂട്ടമല്ല ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത്. പണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ആൾ നേരിട്ട ആക്രമണമൊന്നും ഇപ്പോഴും നമ്മളാരും നേരിടുന്നില്ല. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ അരുണിമ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. വളരെയധികം നന്ദി. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പറയൂ. ഉണ്ട്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ചെയ്യാത്ത തെറ്റുകളിൽ ഒരു സംഘം ചേർന്ന് ചില ആളുകളെ പ്രേരിപ്പിച്ച് സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ നിർത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. എന്നെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാനും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഉള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നേതൃത്വത്തിൽ ഇരിക്കുന്ന ഞാൻ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരരുത്, ഇത്തരത്തിൽ തുറന്നു സംസാരിക്കുന്ന എന്നെയൊക്കെ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാറ്റണമെന്ന് ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില മനുഷ്യർ നടത്തുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. എന്താണെങ്കിലും ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ നിയമവും കാര്യങ്ങളും കൃത്യമായും എനിക്കറിയാം. എനിക്കെതിരെ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചു പോയാൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോയിരിക്കും എന്നുള്ളത് പറയുകയാണ്. പിന്നെ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണെന്ന് തോന്നിയാൽ ഞാൻ തുറന്ന് സംസാരിക്കും. ഇതുവരെ ഞാൻ എന്റെ പാർട്ടിയോടൊപ്പം നിന്നാണ് സംസാരിച്ചത്. പക്ഷേ എന്നെ മാനസികമായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ എനിക്ക് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും പാർട്ടിയെ നന്നാക്കാൻ ഒരുപക്ഷെ അരുണിമയ്ക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നല്ല പാർട്ടിക്കാരിയായിരിക്കാൻ അരുണിമയ്ക്ക് സാധിക്കും. അതിനാരുടെയും അനുവാദം വേണ്ട. അരുണിമ, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ